നാഷണൽ ഹെറാൾഡ് കേസിൽ രാഹുലിനും സോണിയയ്ക്കും ആശ്വാസം. അറസ്റ്റ് ഉൾപ്പെടെ നടപടി പാടില്ലെന്ന് ഡൽഹി കോടതി ചൂണ്ടിക്കാട്ടി. കള്ളപ്പണ ഇടപാട് സംബന്ധിച്ച വിവരം എഫ്ഐആർ ഇല്ലെന്നാണ് കോടതിയുടെ പരാമർശം. സുമത് വിവരങ്ങളുമായി ചേരുന്നു. സുമത്, ഈ കേസ് എങ്ങനെയാണെന്ന് കോടതിയിലെത്തിയത്? നേരത്തെ വിചാരണ കോടതിയിൽ രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും സമീപിച്ച ശേഷം അവർ എഫ്ഐആർ ചോദിച്ചിരുന്നു. ഇതിനെതിരെയുള്ള സ്റ്റേ ആണ് ഇപ്പോൾ മേൽക്കോടതിയിൽ എത്തിയിരിക്കുന്നത്. പക്ഷേ മേൽക്കോടതി ഇപ്പോൾ എഫ്ഐആർ ഉൾപ്പെടെയുള്ളവ പരിശോധിച്ചതിന് ശേഷം എഫ്ഐആറിൽ ഈ പറയുന്ന ആരോപണങ്ങൾ വസ്തുതാപരമായി വസ്തുനിഷ്ഠമായി രേഖപ്പെടുത്തിയിട്ടില്ലെന്നും എന്നുള്ളൊരു കാര്യമാണ് കോടതി കണ്ടെത്തിയിരിക്കുന്നത്. അതായത് ഈ കള്ളപ്പണം ഇടപാട് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലൂടെ കൃത്യമായി വെളിച്ചം വീശുന്ന വസ്തുതകൾ ഒന്നും എഫ്ഐആറിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. മാത്രമല്ല പിന്നീടുള്ള തുടരന്വേഷണത്തിൽ ഇക്കാര്യത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ല എന്നുള്ളൊരു കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ എഫ്ഐആറിന്റെ അടിസ്ഥാനത്തിൽ വിചാരണയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികൾ രാഹുൽ ഗാന്ധി, സോണിയാഗാന്ധി എന്നിവർക്കെതിരെ പാടില്ല എന്നുള്ളത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല എഫ്ഐആറിൽ ആദ്യം ചൂണ്ടിക്കാണിച്ചിരുന്നത് 5000 കോടി വിലമതിക്കുന്ന വിപണി മൂല്യമുള്ള സമ്പാദ്യങ്ങൾ, അതായത് കെട്ടിടങ്ങൾ ഉൾപ്പെടെയുള്ള സ്വത്തുക്കൾ രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും ഒരു ട്രസ്റ്റ് രൂപീകരിച്ച് യങ് ഇന്ത്യ ഏറ്റെടുത്തതിലൂടെ വൻ തിരിമറി നടത്തിയതും വലിയ തരത്തിലുള്ള പൈസ അവർ വ്യക്തിപരമായി സമ്പാദിച്ചു എന്നുള്ള കാര്യങ്ങളൊക്കെയായിരുന്നു അവർ ചൂണ്ടിക്കാണിച്ചിരുന്നത്. മാത്രമല്ല ഇതൊരു പരാതി, വ്യക്തിപരമായ ഒരു പരാതിയുടെ അടിസ്ഥാനത്തിൽ മാത്രമാണുള്ളത്. ഈ പരാതിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ പറയുക എന്നല്ലാതെ കൂടുതൽ വസ്തുനിഷ്ഠമായ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയില്ല എന്ന് ചൂണ്ടിക്കാണിച്ചിട്ടാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധിക്കും സോണിയാഗാന്ധിക്കും ഒരു ആശ്വാസം നൽകുന്ന ഒരു ഇടപെടൽ കോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നത്.